ഓം ശാന്തി. നാലു ഭാഗത്തു നിന്നും ബുദ്ധിയെ മാറ്റി ഞാൻ സ്വയം തന്നെ ശ്രദ്ധിക്കുന്നു. ഈ ശരീരത്തിൽ ഭൃഗുടി ആസനത്തിലിരിക്കുന്ന ഞാൻ ഒരു ജ്യോതിബിന്ദു ആത്മാവാണ്. ഞാൻ ആത്മാവ് ഈ സൃഷ്ടിയിൽ അനേക ശരീരം ധാരണ ചെയ്ത് അനേക ജന്മമെടുത്തു. ഇതെന്റെ അന്തിമ ജന്മമാണ്. ഇപ്പോൾ 84 ജന്മങ്ങളുടെ കളി പൂർണ്ണമായി. ബാബ വന്നിരിക്കുന്നു എന്നെ കൂടെ കൊണ്ടുപോകാൻ. എനിക്ക് ബാബയുടെ കൂടെ തിരിച്ചു പോകണം. ഈ ലോകത്തോട് മമത്വമില്ല. സ്വയം ബാബ വന്നിരിക്കുന്നത് എന്നെ കൂടെ കൊണ്ടുപോകാനാണ്. ഇപ്പോൾ ഞാൻ സർവ്വതും മറന്ന് കേവലം ഒരു ബാബയുടെ ഓർമ്മയിലിരിക്കുന്നു. ഒരു ബാബയോട് സത്യമായ പ്രീതി വെച്ച് ഈ പഴയ ലോകത്തോടുള്ള പ്രീതി ഇല്ലാതാക്കുന്നു. ഈ ശരീരത്തോടും വ്യക്തിയോടും പഴയ ലോകത്തോടും പ്രീതിയില്ല. പ്രീതി ബുദ്ധിയായി എൻ്റെ ബുദ്ധിയോഗം ഒരു സർവശക്തിവാൻ ബാബയോട് ചേർക്കുന്നു. സർവശക്തിവാൻ ബാബ എനിക്ക് സർവശക്തികളും തന്നിരിക്കുന്നു. സർവരിൽ നിന്നും പ്രീതി ബുദ്ധി വേർപെടുത്തി ഒരു ബാബയോട് ചേർത്ത് ഞാൻ നഷ്ടമോഹ സ്മൃതി സ്വരൂപമാകുന്നു. പഴയ ലോകത്തോടുള്ള മോഹമില്ല. ഈ പഴയ ലോകം സമാപ്തമാകാൻ പോകുകയാണ്. അപ്പോൾ ഇതിനോട് എന്തിന് പ്രീതി വെക്കണം? മനസ്സിൽ ഒരേ ഒരാഗ്രഹം, ഇപ്പോൾ വീട്ടിലേക്ക് മടങ്ങണം. പിന്നെ പുതിയ വീട്ടിൽ സ്വർഗത്തിൽ വരണം. ഞാൻ ഒരു തേജസ്വി ദിവ്യ ആത്മാ എൻ്റെ വീടായ പരമധാമത്തിൽ നിന്നും ഇറങ്ങി സാകാര ലോകത്തേക്ക് വരികയാണ്. ഈ ദേഹം എൻ്റേതല്ല. ബാബ അല്പസമയത്തിലേക്ക് കാര്യത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി തന്നതാണ്. ഇത് ഞാൻ സേവാർത്ഥം കാര്യത്തിൽ ഉപയോഗിക്കുന്നു. ദേഹബോധത്തിൽ നിന്നും വേറിട്ടിരിക്കുന്നു. സദാ ഉപരാമമായിരിക്കുന്നു. നഷ്ടോമോഹ സ്മൃതി സ്വരൂപമാകുന്നു. എൻ്റെ ഈ വേറിട്ട ഉയർന്ന സ്ഥിതിയിൽ സാകാര കർമ്മേന്ദ്രിയങ്ങളാൽ കർമ്മം ചെയ്യുന്നു. സെക്കൻഡിൽ ദേഹം ധാരണ ചെയ്ത് കർമ്മം ചെയ്യുന്നു. സെക്കൻഡിൽ ഒഴിവാക്കി ദേഹി അഭിമാനിയാകുന്നു. ഫരിസ്ത സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഞാൻ ബാബയോട് ചെയ്ത പ്രതിജ്ഞയാണ് ഈ ശരീരവും മനസ്സും ധന്യവും അങ്ങയുടേതാണ്. സർവ്വതും അങ്ങയുടേതാണെന്ന് കരുതി ഞാൻ ഉപരാമമാകുന്നു. ഡബിൾ ലൈറ്റ് ഫരിസ്ത സ്വരൂപമാകുന്നു. പ്രവൃത്തിയിലാണെങ്കിലും കമലാസനത്തിൽ വിരാജമാനായി ചെയ്യുന്നു.
ലൗകിക ബന്ധങ്ങളുടെ നടുവിലും സർവ സംബന്ധങ്ങളും ലൗകികത്തിൽ നിന്നും അലൗകിക പരിവർത്തനം ചെയ്ത് നഷ്ടമോഹിയാകുന്നു. മുഴുവൻ സംസാരവും ബാബയാകുമ്പോൾ സർവ ബന്ധങ്ങളും ബാബയിൽ, സർവപ്രാപ്തികളും ബാബയിൽ നിന്ന് സർവതും പ്രാപിച്ചപ്പോൾ എൻ്റെ ബുദ്ധി മറ്റൊരിടത്തും പോകുന്നില്ല. ഇപ്പോൾ ഒരു ബാബ മാത്രം, മറ്റാരുമില്ല. ഈ സ്മൃതിയിൽ ഞാൻ വേറിട്ടിരിക്കുന്നു. ബാബയുടെ കൂടെ കമ്പൈൻഡായി സേവ ട്രസ്റ്റിയായി ചെയ്യുന്നു. ആരുമായും വെറുപ്പില്ല, ആരോടും ആകർഷണമില്ല. സാക്ഷിയായി സർവ്വതും കാണുന്നു. ദയാഹൃദയായി സർവരെയും പരിവർത്തനത്തിൻ്റെ ശുഭഭാവനയിൽ സാക്ഷിയായി കാണുന്നു. പരിവാരത്തിൻ്റെ സംബന്ധത്തിൽ നഷ്ടമോഹയാകുന്നു. ഞാൻ മനസ്സിൻ്റെ ദിനചര്യ തയ്യാറാക്കുന്നു. അശരീരിയായി കർമ്മം ചെയ്യാൻ പരിശീലിക്കുന്നു. ബ്രഹ്മബാബയ്ക്ക് സമാനം സ്മൃതി സ്വരൂപമാകുന്നു. അന്ന് സ്മൃതി ദിവസമായിരുന്നു. ഓരോ കുട്ടിയുടെ ഹൃദയത്തിലും ഈ ഗാനം മുഴങ്ങുന്നുണ്ടായിരുന്നു. എൻ്റെ ബാബ, ബ്രഹ്മ ബാബ, മധുരമുള്ള ബാബ. എല്ലാ കുട്ടികളുടെ ഹൃദയത്തിലും സ്നേഹത്തിൻ്റെ അനുഭവം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പഴയ ലോകത്തിൻ്റെ വിനാശം പെട്ടെന്ന് സംഭവിക്കുമെന്ന് ബാപ്പ് ദാദ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കർമ്മക്കണക്കുകൾ തീർത്ത് 4 വിഷയങ്ങളിലും തയ്യാറായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. നഷ്ടമോഹ സ്മൃതി സ്വരൂപമായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ബ്രഹ്മബാബ നഷ്ടമോഹിയായി കുട്ടികളുടെ കയ്യിൽ പിടിച്ചപ്പോൾ എവിടെയും ആകർഷണമുണ്ടായിരുന്നില്ല. ഫരിസ്തയായി മാറി. അശരീരിയാകുന്നതിൻ്റെ അഭ്യാസം വളരെ കാലമുണ്ടായിരുന്നു. ഞാൻ ചെയ്യിപ്പിക്കുന്നവനാണ്, കർമ്മേന്ദ്രിയങ്ങളാണ് ചെയ്യുന്നത്. ചെയ്യിപ്പിക്കുന്നവനാണെന്ന് സ്മൃതി സ്വരൂപത്തിൽ ഓരോ കർമ്മവും ചെയ്യുന്നു. ചെയ്യിപ്പിക്കുന്നവനായ യജമാനന്റെ ഇരിപ്പിടത്തിലിരുന്ന് കർമ്മം ചെയ്യുന്നു. ബാബ എല്ലാ കുട്ടികൾക്കും മാസ്റ്റർ സർവശക്തിവാൻ ഭവ എന്ന വരദാനം നൽകിയിട്ടുണ്ട്. ബാബ പറയുന്നു, കർമ്മങ്ങൾ ചെയ്യുമ്പോഴും രാജാകുട്ടിയായി സ്വരാജ്യ അധികാരിയായി ചെയ്യണം. കർമ്മയോഗിയായിരിക്കുന്നതിനും അമൃതവേളയിലെ യഥാർത്ഥ യോഗത്തിൻ്റെ ശക്തിശാലി സ്ഥിതിയിലും വ്യത്യാസമുണ്ടാകരുത്. മനസ്സിൻ്റെ ഒരു ദിനചര്യ തയ്യാറാക്കി വയ്ക്കുന്നു. ബാപ്പ് ദാദ ഏത് ശ്രീമതം നൽകിയാലും അത് ചെയ്യുന്നു. പെട്ടെന്ന് എപ്പോഴും തയ്യാറായിരിക്കുന്നു. ബാപ്പ് ദാദ നൽകിയ സൂചന അനുസരിച്ച് പുരുഷാർത്ഥം തീവ്രമാക്കുന്നു. ബാപ്പ് ദാദയുടെ ഹൃദയത്തിൽ ഞാനുണ്ട്. എൻ്റെ ഹൃദയത്തിൽ ബാപ്പ് ദാദ അടങ്ങിയിരിക്കുന്നു. ബാബ തന്നിരിക്കുന്ന വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. ശക്തിശാലി സ്ഥിതിയിലൂടെ രചനയുടെ എല്ലാ ആകർഷണത്തിൽ നിന്നും അകന്നിരിക്കുന്ന മാസ്റ്റർ രചയിതാവാകുന്നു. രചനയുടെ സർവ്വാകർഷണങ്ങൾക്കും
ഉപരിയാകുന്നു. ശക്തി സ്വരൂപം, ശസ്ത്രധാരി സ്വരൂപം, സദാ പ്രകാശിക്കുന്ന ജ്യോതി സ്വരൂപത്തെ പ്രത്യക്ഷമാക്കുന്നു. അപ്പോൾ മാസ്റ്റർ രചയിതാവാകുന്നു. ഒരു സാഹചര്യത്തിനും അലിയിക്കാൻ കഴിയാത്ത വിധം മനസ്സിന്റെ സ്ഥിതിയെ ഉറപ്പാക്കുന്നു. ഓം ശാന്തി.